ഒരിക്കൽ യുദ്ധത്തിന് പേര് കേട്ട ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാ യുദ്ധത്തിന് പോകുമ്പോഴും രാജാവിൻ്റെ കൂടെ ഒരു കമ്പാനിയനായിട്ട് ഒരാനയും വരുമായിരുന്നു. ഈ ആന ഭയങ്കര ശക്തനും പേടിയില്ലാത്തവനും വിശ്വസ്തനുമൊക്കെ ആയിരുന്നു. എപ്പോഴൊക്കെ ആളുകൾ രാജാവിനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് അഭിനന്ദിക്കുന്നുവോ അപ്പോഴൊക്കെ രാജാവ് അതിൻ്റെ ഈക്വൽ ക്രെഡിറ്റ് ആ ആനയ്ക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളാകെ മാറി. ആനക്ക് വയസ്സായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ മിക്ക സമയത്തും ആ ആന കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യാറ്. രാജാവ് ഇടയ്ക്ക് വന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാറുമുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ആന കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഭയങ്കര ദാഹം തോന്നി. അപ്പോൾ അവിടെ അടുത്തു കണ്ട കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി. പക്ഷേ ആന കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചതുപ്പ് നിലമുണ്ടായിരുന്നു. പക്ഷേ ആ ആന അത് കണ്ടതുമില്ല. അറിയാതെ കാല് തെറ്റി ആ ആന ചതുപ്പിൻ്റെ അരികിൽ സ്റ്റക്കാവുകയും ചെയ്തു. എത്രത്തോളം ആന അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ആഴത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. ആനയുടെ ചിഹ്നം വിളി ആ കാടാകെ മുഴങ്ങി. അങ്ങനെ കുറേ ആളുകൾ ഓടിക്കൂടി. കൂട്ടത്തിൽ രാജാവ് തൻ്റെ ബെസ്റ്റായിട്ടുള്ള ഭടന്മാരെയും കൂട്ടി അവിടെ എത്തി. അവർ അവരെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ ആനയെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല. ആന വലിയൊരു മൃഗമാണല്ലോ. ആ സമയം ബുദ്ധൻ അതിലൂടെ പാസ് ചെയ്യാനിടയായി. ബുദ്ധനെ കണ്ട രാജാവ് ഉടനെ ബുദ്ധന്റെ അടുത്തെത്തി സഹായം ചോദിച്ചു. ബുദ്ധൻ ആ ആനയുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം രാജാവിനോട് തന്നെ ഏറ്റവും വലിയ സൈനികരെ അണിനിരത്തി കാഹളം മുഴക്കാൻ പറഞ്ഞു. അവർ ആനയെയും കൊണ്ട് യുദ്ധത്തിന് പോയിരുന്ന സമയത്ത് മുഴക്കിയ കാഹളം. അവർ ആ കാഹളം മുഴക്കി. ഈ ശബ്ദം കേട്ടതും ആനയുടെ മട്ടുമാറി. താൻ യുദ്ധത്തിന് പോവുകയാണ് എന്നുള്ള രീതിയിൽ ആന തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് സ്വയം ആ ചതുപ്പിൽ നിന്നും പുറത്തു വന്നു. പലപ്പോഴും നമ്മളൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് തുടങ്ങിയത് എന്നുള്ള കാര്യം മറന്നു പോകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത്, എന്തിനു വേണ്ടിയാണ് ഈ പരിശ്രമങ്ങൾ എന്നാണ്. The journey of 1,000 smiles begins with a single step. Thank you.